സമദരണീയരായ പണ്ഡിതന്മാരെ, ഉസ്താദുമാരെ, ആലിമീങ്ങളെ, മഹല്ലുകാരണവന്മാരെ, മഹല്ല് ഭരണാധികാരികളെ, അള്ളാഹുവിൻ്റെ വളരെ വലിയൊരു അനുഗ്രഹമാണ് ഇങ്ങനെ ഒരു വേദിയിൽ ഒത്തുകൂടാൻ അവസരമുണ്ടായി എന്നത്. നമ്മളാരും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സാമൂഹിക സംഘടനകളുടെയോ പ്രതിനിധികളായി വന്നവരല്ല. ഇവിടെ ഏതെങ്കിലും യതീംഖാന കമ്മിറ്റികളുടെയോ മതസ്ഥാപനങ്ങളുടെയോ പ്രതിനിധികളായി പോലും വന്നവരല്ല. പള്ളി കമ്മിറ്റിയുടെ നടത്തിപ്പുകാരായി, പള്ളി കമ്മിറ്റിയുടെ നടത്തിപ്പുകാർ, മഹല്ലിൻ്റെ നടത്തിപ്പുകാർ, മഹല്ലിൻ്റെ ഉത്തരവാദപ്പെട്ടവർ എന്ന രീതിയിൽ ഒരുമിച്ചുകൂടാൻ സാധിക്കുന്നു എന്നത്, അള്ളാഹുവിൻ്റെ ഭവനങ്ങളുടെ നടത്തിപ്പുകാരും സംരക്ഷകരുമായി ഒരുമിച്ചുകൂടാൻ സാധിക്കുന്നു എന്നത് ഈമാനിൻ്റെ സാക്ഷ്യമാണ്. സൂറത്തു തൗബയിൽ അള്ളാഹു പറഞ്ഞുവല്ലോ, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅഖാമസ്സലാത വആതസ്സകാത വലം യഖ്ശ ഇല്ലല്ലാഹ് ഫഅസാ ഉലൈക അൻ യകൂനു മിനൽ മുഹ്തദീൻ. അല്ലാഹുവിൻ്റെ ഭവനങ്ങളെ ഇമാറത്ത് ചെയ്യുക ഈമാനുള്ളവന് മാത്രമായിരിക്കും എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുവ്യക്തമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതിനു മുമ്പേ അള്ളാഹു അതിനും തൊട്ട് മുമ്പത്തെ ആയത്തിൽ പറയുന്നത് തന്നെ, മാകാനലിൽ മുശ്രിക്കീന അൻ യഅ്മുറു മസാജിദല്ലാഹ് ഷാഹിദീന അലാ അൻഫുസിഹിം ബിൽ കുഫർ. മുശ്രിക്കീങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മസ്ജിദുകളെ പരിപാലിക്കാനുള്ള അവകാശമില്ല. പിന്നെ ആർക്കാണ് അവകാശം? ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്. നമുക്കറിയാം, മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒക്കെ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് അലി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തോട് അവരുടെ ദൂഷ്യങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങളുടെ ദൂഷ്യം മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ, ഞങ്ങളുടെ നന്മകൾ കാണുന്നില്ലേ? അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾക്ക് നന്മയുണ്ടോ? അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങളല്ലേ മസ്ജിദുൽ ഹറാം പരിപാലിക്കുന്നത്, ഞങ്ങളല്ലേ പള്ളി പരിപാലിക്കുന്നതും നോക്കുന്നതും, ഈ നന്മ നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിച്ചതിന് അള്ളാഹുവാണ് മറുപടി പറഞ്ഞത്, അതൊക്കെ നന്മയാവുന്നത് ഈമാൻ ഉണ്ടാകുമ്പോൾ മാത്രമാണ്. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ റഅയ്തുമുർ റജുല യഅ്താദുൽ മസ്ജിദ ഫശ്ഹദൂ ലഹു ബിൽ ഈമാൻ. ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് പതിവായി പോകുന്നത് കണ്ടാൽ അവന് ഈമാൻ കൊണ്ട് നിങ്ങൾ സാക്ഷ്യം വഹിക്കണമെന്ന. എത്ര വലിയൊരു റിവാർഡാണിത്! ഈമാൻ കൊണ്ട് ജീവിക്കുന്ന കാലത്തെ സാക്ഷ്യം ലഭിക്കുക എന്നത്, ഒരു മുഅ്മിനാണ് എന്ന് ഉറപ്പിക്കാൻ സാധിക്കുക എന്നത് പള്ളിയുടെ പരിപാലകനാകുമ്പോഴാണ്. പക്ഷെ ഈ പരിപാലനം എന്നത് പള്ളി മൂടിക്കൂട്ടൽ മാത്രമല്ല. ഖിയാമത്തിന്റെ അടയാളത്തിൽ പറഞ്ഞല്ലോ, മസാജിദുഹു മാമിറ വഹിയ ഖറാബുൻ അനിൽ ഹുദ. ഇവിടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്തോതിയത്, അനുബന്ധമായി ഈ ആയത്തോതിയത് ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിനാണ്. ഏത് ഹദീസ്? ഇദാ റഅയ്തുമുർ റജുല യഅ്താദുൽ മസാജിദ. പള്ളി നിർമ്മിക്കുന്നവനെ കണ്ടാലെന്നോ പള്ളിക്ക് പരിപാലനങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ മറ്റെന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങളോ പെയിന്റിങ്ങോ നടത്തിയവനെ കണ്ടാൽ ഈമാൻ കൊണ്ട് സാക്ഷി നിൽക്കാൻ പറഞ്ഞില്ല. ഈമാൻ കൊണ്ട് സാക്ഷി നിൽക്കണമെങ്കിൽ പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കണം. പള്ളി എന്നത് മുസ്ലിമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗേഹമാണ്. മഹല്ലുകളാണ് നമ്മുടെ സംസ്കരണ മാതൃകകൾ. മഹല്ല് എന്ന ഈ സംവിധാനം മുസ്ലിങ്ങൾക്കല്ലാതെ ഇത്ര വ്യവസ്ഥാപിതമായ ഒരു സംവിധാനം, അസൂയാർഹമായ സംവിധാനം ലോകത്താർക്കുമില്ല. നമുക്ക് എവിടെ നിന്നാണ് ഇത് ലഭിച്ചത്? എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ ചെന്ന് ആദ്യമായി ചെയ്തത്? ഒരു ഉമ്മത്തായി മാറുന്നത് മദീനയിലെത്തുമ്പോഴാണ്. മക്കയില് ഗോത്രങ്ങളായിരുന്നു, ബത്നെന്നോ കബീലയെന്നോ പല പേരിലാണ് മക്കത്തറിയപ്പെട്ടിരുന്നത്, ഓരോരോ ഗോത്രങ്ങൾ. പക്ഷെ മദീനയിലെത്തുമ്പോൾ നിങ്ങളൊരു ഉമ്മത്താണ്, നിങ്ങളുടെ ബാധ്യതകൾ ഇതാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന മുസ്ലിം ഉമ്മത്ത് രൂപപ്പെടുന്നത് ആദ്യമായി മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തുമ്പോൾ ചെയ്തത് എന്താ? നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്നാമത് പള്ളി കൊണ്ടാ തുടങ്ങിയത് മസ്ജിദ് ഖുബ. മസ്ജിദ് നബവിയുടെ മുമ്പിലെ പള്ളി ഉണ്ടാവുകയാണ്. അതിനു മുമ്പിലും പള്ളി. മസ്ജിദ് നബവി ഉണ്ടായിട്ടില്ല. അതിനു മുമ്പേ അതിനു പോലും കാത്തിരിക്കാതെ മദീനയുടെ അതിർത്തി കടന്നു വരുമ്പോ മസ്ജിദ് ഖുബാല മസ്ജിദുൻ നുസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി
ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗം. ഒന്നാമത്തെ ദിവസം തഖ്വയുടെ മേൽ അടിത്തറയിടപ്പെട്ട പള്ളി അഹഖു അൻ തഖൂമ ഫീഹി, അവിടെയാണ് നബിയെ തങ്ങൾ നിൽക്കാൻ കടപ്പെട്ടത് എന്ന് അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ എവിടെയാണ് നിൽക്കേണ്ടത്? പള്ളിയിലാണ് നിൽക്കേണ്ടത്. മനുഷ്യൻ നിൽക്കേണ്ട സ്ഥലം അഹഖു അൻ തഖൂമ ഫീഹി, അത് മസ്ജിദാണ്. തഖ്വയുടെ മേൽ അടിത്തറയിടപ്പെട്ട പള്ളിയിലാണ് നബിയെ, ലോകത്തെ ഏറ്റവും അഷ്റഫുൽ ഖൽഖായ തങ്ങൾ പാദമുറപ്പിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുമ്പോൾ ആ ഒരു സൗഭാഗ്യം ലഭിച്ചവരാണ് നമ്മളെങ്കിൽ, പള്ളിയുടെ പ്രവർത്തനങ്ങളുമായി ഇടപെടുന്ന കമ്മിറ്റികളുടെ പ്രതിനിധികളാണ് നമ്മളെങ്കിൽ, ഈമാനിന്റെ ഷഹാദത്താണ് നിൽക്കേണ്ട സ്ഥലത്ത് നിന്നവരാ നമ്മുടെ സൗഭാഗ്യം നാം തിരിച്ചറിയണം. ഏതൊരു സൗഭാഗ്യവും ഉത്തരവാദിത്തങ്ങളെ പറ്റി ബോധ്യമുണ്ടാക്കണം. ഞാൻ ആദ്യ സൗഭാഗ്യങ്ങളെ പറ്റിയാ പറയുന്നത്. മഹല്ലി എന്ന ഈ സംവിധാനം അല്ലാഹ് നമുക്ക് തന്നതാ. ഖുബാ മസ്ജിദ് ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീനയുടെ യഥാർത്ഥ താമസ സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെയും ആദ്യമായി ചെയ്യുന്നത് പള്ളി ഉണ്ടാക്കുകയാണ്, മസ്ജിദുൻ നബവി. ഈ രണ്ട് പള്ളിയെ പറ്റിയും മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മസ്ജിദുൻ ഉസ്സിസ അല തഖ്വ എന്ന് പറഞ്ഞത് ആ രണ്ട് പള്ളികളെ പറ്റിയുമാണ്. രണ്ടും അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈകളെ കൊണ്ട് തറയിടപ്പെട്ട, അവിടുന്ന് അധ്വാനിച്ചുണ്ടാക്കിയ പള്ളികളാണ്. ആ പള്ളികളാണ് മുസ്ലിം ഉമ്മത്തിന്റെ എക്കാലത്തെയും അടിസ്ഥാന ശിലകൾ. ഒരു ഉമ്മത്ത് രൂപപ്പെട്ടു വന്നത് പള്ളിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്, മഹല്ലുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. പക്ഷെ ഒപ്പത്തിനൊപ്പം നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീനയിൽ ചെന്ന് മസ്ജിദുൻ നബവി ഉണ്ടാക്കിയിട്ട് അതിന് മോടി കൂട്ടാൻ നിൽക്കുകയല്ല ചെയ്തത്. അതിൻ്റെ യഥാർത്ഥ മോടി, അതിൻ്റെ യഥാർത്ഥ ഭംഗി, അതിൻ്റെ യഥാർത്ഥമായ ആ ഒരു ഫലം ലഭിക്കുന്ന അതിൻ്റെ നിർമ്മാണം എന്താണ്? അത് ആ പള്ളിയിൽ വരുന്നവരുടെ മാനസിക ഐക്യമാണ്. മനോഹരമായൊരു കെട്ടിടമുണ്ടായത് കൊണ്ടായില്ല. ആ പള്ളിയിൽ വരുന്നവർ പരസ്പര സഹോദരങ്ങളായിരിക്കണം. കൂനു ഇബാദല്ലാഹി ഇഖ്വാന ആഖാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന വബൈന. ഈ പരിമിതമായ സമയത്ത് ഞാൻ വിശദീകരിച്ചു പറയുന്നില്ല, നമുക്കറിയാവുന്ന ചരിത്രങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോരുത്തരെ വിളിച്ച്, ഇത് നിന്റെ സഹോദരനാണ്, ഒരാൾ മുഹാജിറിൽ നിന്ന്, ഒരാൾ അൻസാരിയിൽ നിന്ന്. എവിടെ വെച്ചാ ഇതൊക്കെ നടക്കുന്നത്? ഇതൊക്കെ പള്ളിയിലാണ്. പള്ളിയിൽ വരുന്നവർ തമ്മിൽ സഹോദരങ്ങളാക്കുക എന്ന ലോക ചരിത്രത്തിലെ അത്യത്ഭുതകരമായ ഒരു പ്രവൃത്തി കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിൽ ചെയ്ത് കാണിക്കുമ്പോൾ, ഉത്തരവാദിത്വമുള്ള നമ്മുടെ മുമ്പിൽ കൃത്യമായ ഒരു ബോധ്യമുണ്ടാവണം. ഒരു മഹല്ല് രൂപപ്പെടുന്നത് പള്ളിയുടെ കെട്ടിടത്തിൽ നിന്ന് മാത്രമല്ല, ആ പള്ളിയിൽ വരുന്ന മനുഷ്യരുടെ മനസ്സിന്റെ ഐക്യത്തിൽ നിന്നാണ്. മാനസിക ഐക്യമുള്ളവർ പള്ളിയിൽ വരുമ്പോഴേ, അതിനു വേണ്ടിയാണ് ലതുസവ്വുന്ന സുഫൂഫക്കും ഔ ലയുഖാലിഫന്ന അല്ലാഹു ബൈന ഖുലൂബിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാലൊരു കാര്യം തീർച്ചയായും സംഭവിക്കുമെന്ന് പറഞ്ഞു. ഒന്നിരിക്കൽ നിങ്ങളുടെ അണികൾ നിങ്ങൾ ശരിയായി നിർത്തും, സ്വഫുകൾ നേരെയാക്കി നിർത്തും. അല്ലെങ്കിൽ ഔ ലയുഖാലിഫന്ന അല്ലാഹു ബൈന ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിൽ അല്ലാഹു തആല ഭിന്നതകൾ ഉണ്ടാക്കും. മുസ്ലിം ഉമ്മത്തിന് ഐക്യമുണ്ടാവണമെങ്കിൽ അവരുടെ അണികൾ നേരെയായി നിൽക്കണം. നിസ്കാരത്തിലെ സ്വഫ് ശരിയാവണമെന്നർത്ഥം. പള്ളിയിൽ നിന്ന് വേണം നമ്മുടെ മാനസിക ഐക്യങ്ങൾ രൂപപ്പെടാൻ. അതുകൊണ്ട് തന്നെ എന്ന് ഇസ്ലാം ഏറ്റവും മനോഹരമായി അൻസാരികളെ പറ്റി പറഞ്ഞ, തങ്ങൾക്ക് അത്യാവശ്യമുണ്ടാകുമ്പോഴും മറ്റുള്ളവന്റെ ആവശ്യങ്ങൾ പരിഗണിക്കുന്ന അവസ്ഥയിലേക്ക്, മാനസികാവസ്ഥയിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചത് പള്ളി കേന്ദ്രമായപ്പോഴാണ്. നമ്മുടെ എല്ലാ നവോത്ഥാനങ്ങളുടെയും കേന്ദ്രം എന്നും പള്ളിയായിരുന്നു. ആ മസ്ജിദുൻ നബവിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബഹിക്ക് ശേഷം ദിക്റുകളൊക്കെ കഴിഞ്ഞ് സുബഹിക്ക് ശേഷം സൂര്യോദയം വരെ അവിടെ ഇരുന്നു കൊണ്ട് ആളുകൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത്. എവിടെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്നത്? ഇന്ന് മദീന പള്ളിയിൽ പോയവരായിരിക്കും ഇവിടെയുള്ള മിക്കവാറും ആളുകൾ. കാരണം നമ്മുടെ മഹല്ലിന്റെ ഉത്തരവാദിത്വമുള്ളവരാ. പലരും ഉംറകളൊക്കെ ചെയ്തവരായിരിക്കും. നമുക്കറിയാം മസ്ജിദുൻ നബവിയിലെ ഒരു ഉസ്തുവാനത്തു അബീ ലുബാബ എന്നറിയപ്പെടുന്ന ഉസ്തുവാനത്തു തൗബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് ഈത്തപ്പനയുടെ ആ തൂണിന്റെ താഴെയായിരുന്നു ഇരുന്നിരുന്നത് എന്ന് ചരിത്രത്തിൽ കാണാം. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു മദീന പള്ളിയുടെ ഇമാമാകുമ്പോൾ, ഇമാമു ദാരിൽ ഹിജ്റയാകുമ്പോൾ, അവിടുന്ന് മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇരുന്നിരുന്നത് മുസ്തുവാനത്തു തൗബയോട് ചേർന്നായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. അവിടെയാണ് ഇസ്ലാമിലെ നിയമങ്ങൾ, അവിടെയാണ് ഇസ്ലാമിന്റെ വിധി വിലക്കുകൾ രൂപപ്പെട്ടു വന്നത്. അവിടെ വെച്ചാണ് ലോകത്ത് ഫിഖ് ഉണ്ടായത്, ഹദീസുകളുടെ ക്രോഡീകരണം ഉണ്ടായത്.
എല്ലാം പള്ളിയെ കേന്ദ്രീകരിച്ചുകൊണ്ട കേവലം ഒരു ജമാഅത്ത് മാത്രമല്ല, ഒരു നിസ്കാരം മാത്രമല്ല, മുസ്ലിം ഉമ്മത്തിൻ്റെ പള്ളികളുടെ അടയാളങ്ങൾ, മുസ്ലിം ഉമ്മത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും. അംബാസഡർമാരെ സ്വീകരിച്ചിരുന്നത് പല നാടുകളിൽ നിന്ന് വന്നിരുന്ന വഫൂദ്. നമുക്ക് അവരുടെ അറിയാം, ആ ഓരോ തൂണുകൾക്കും പ്രത്യേക പേര്. മുകളിൽ മദീന പള്ളിയുടെ തൂണുകൾക്ക് കാണാം ഉസ്തുവാനത്തുൽ വഫൂദ്. വിവിധ സ്ഥലത്ത് നിന്ന് വരുന്ന ഡെലിഗേറ്റ്സിനെ സ്വീകരിച്ചിരുന്ന സ്ഥലം, അവിടെ ഉള്ള തൂണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഉസ്തുവാനത്തു തൗബ, ഉസ്തുവാനത്തു സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ, അങ്ങനെയുള്ള ഓരോ തൂണുകളും, ഉസ്തുവാനത്തു സരീർ, ഇതിനൊക്കെ ചരിത്രങ്ങളുള്ള, ഒരുപാട് ചരിത്ര പിൻബലമുള്ള, ഒരുപാട് വലിയ വലിയ സംഭവങ്ങൾ നടന്ന, അങ്ങനെ രൂപപ്പെട്ടു വന്ന ഒരു സംവിധാനമാണ് ഇസ്ലാമിലെ മഹല്ലത്തുകൾ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഓരോ പ്രവിശ്യകളിലേക്കും ഗവർണർമാരെ അയച്ചു. നമുക്കറിയാം, അബൂ മൂസ അശ്ശരി തങ്ങളായിരുന്നു ബസറയിലെ ഗവർണർ. അദ്ദേഹത്തിന് കത്തെഴുതി, അവിടെ നിങ്ങൾ പള്ളികൾ ഉണ്ടാക്കണം. 2 തരം പള്ളികളാണ് പറഞ്ഞത്. ഒന്ന് പട്ടണത്തിൽ മസ്ജിദുൽ ജാമിഅ ഉണ്ടാക്കണം, മറ്റൊന്ന് ഓരോ കബീലക്കും ചെറിയ പള്ളികൾ ഉണ്ടാക്കി കൊടുക്കണം. വെള്ളിയാഴ്ച ജുമുഅക്ക് എല്ലാവരും കൂടി മെയിൻ പള്ളിയിൽ വരണം. എത്ര നല്ല ഒരു സംവിധാനം അന്നേ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുതി. എല്ലാവർക്കും, എല്ലാ ജമാഅത്തിനും വലിയ പള്ളിയിലെത്താൻ പറ്റില്ലെങ്കിൽ, മസ്ജിദുൽ ജാമിഅയിലെത്താൻ പറ്റിയില്ലെങ്കിൽ അവരുടെ കബീലകളിൽ പള്ളി ഉണ്ടാവണം. എന്നാൽ അതേ സമയത്ത് വെള്ളിയാഴ്ച അവർ ഒരുമിച്ച് കൂടുന്ന മസ്ജിദുൽ ജാമിഅ ഉണ്ടാവണം. അങ്ങനെയാണ് ജാമിഅകൾ ഉണ്ടായത്. ബസറയിൽ അബൂ മൂസ അശ്ശരി തങ്ങൾക്ക് കത്തെഴുതുമ്പോൾ തന്നെ കൂഫയിൽ ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു കത്തെഴുതി. ഇങ്ങ് മിസ്റിൽ അംർ ഇബ്നുൽ ആസ് തങ്ങൾക്കും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇതേ കത്തെഴുതി. മിസ്റിൽ നമുക്കറിയാം, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പള്ളി വലിയ പള്ളിയാ. പിൽക്കാലത്ത് മഹാനായ ഖാദി ഇയാദ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മിസ്റിൽ അംർ ഇബ്നുൽ ആസ് തങ്ങളുടെ പള്ളി ഫുസ്താത്തിൽ ഞാൻ അവിടെ പ്രവേശിക്കുമ്പോൾ 20 ഹൽക്കകൾ ആ പള്ളിയിൽ ഞാൻ കണ്ടു. 20-ലധികം ഹൽക്കകൾ, മാലിക്കി ഫിഖ്ഹിന്റെയും ഹദീസിന്റെയും ഹൽക്കകൾ. എവിടെ വെച്ചാ ലോകത്തെ ഇൽമ് പ്രചരിച്ചത്? പള്ളികൾ കേന്ദ്രമായാണ് ഇൽമുകൾ ഉണ്ടായത്, ഭരണ സംവിധാനങ്ങൾ ഉണ്ടായത്, നിയമവ്യവസ്ഥകൾ ഉണ്ടായത്. എല്ലാം പള്ളികളാണ്. മുസ്ലിം ഉമ്മത്തിന്റെ സ്ഥിരാകേന്ദ്രം അവരുടെ പള്ളികളാണ്. പള്ളി എന്ന ചിന്തയിൽ നിന്ന് വിട്ടുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന് ഒരു നിലനിൽപ്പുണ്ടാവില്ല. നാം അങ്ങനെയാണ് വളർന്നു വന്നത്. പിൽക്കാലത്തെ ഇസ്ലാമിക വൈജ്ഞാനിക വിസ്ഫോടനങ്ങൾ എവിടെയാണ് നടന്നത്? നമുക്കറിയാം, ജാമിഉൽ ഖറവിയ്യൻ, ലോകത്തെ ആദ്യത്തെ സർവകലാശാല. ഹിജ്റ 245 രൂപപ്പെട്ട മൊറോക്കയുടെ ആസ്ഥാനമായ ഫാസില് ഹിജ്റ 245 ജാമിഉൽ ഖറവിയ്യൻ എന്ന് പറഞ്ഞത് ഒരു പള്ളിയായിരുന്നു. അതും ഒരു സ്ത്രീ ഉണ്ടാക്കിയ പള്ളി. ഉമ്മുൽ ബനീൻ ഫാത്തിമ എന്ന സ്ത്രീ, അവരാ പള്ളിയുടെ സ്ഥലം വാങ്ങിയത് മുതൽ നിർമ്മാണം പൂർത്തിയാകുന്നത് വരെ എല്ലാ ദിവസവും നോമ്പെടുത്തിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. വളരെ സംശുദ്ധമായ ആത്മാർത്ഥതയോടെ ഇഖ്ലാസോടെ ഉണ്ടാക്കിയ ഒരു പള്ളിയാണ്. അവിടെയാണ് ലോകത്തെ ഏറ്റവും പിൽക്കാലത്തെ ഏറ്റവും പ്രസിദ്ധമായ ലോക സർവകലാശാലകളിൽ ഒന്നാമതെന്ന് ചരിത്രം രേഖപ്പെടുത്തിയ ജാമിഉൽ ഖറവിയ്യ വരുന്നത്. നമുക്കറിയാം, അവിടെ കഴിഞ്ഞ് അതുപോലെ തന്നെ എത്രയോ സംസ്കാരങ്ങളും എത്രയോ വലിയ സർവകലാശാലകളും രൂപപ്പെട്ടത് പള്ളികൾ കേന്ദ്രീകരിച്ച. ബഗ്ദാദിലെ ജാമിഉൽ മൻസൂർ ഒരു പള്ളിയായിരുന്നു. അവിടെ നിന്നാണ് പിന്നീട് വലിയ വിദ്യാഭ്യാസ സമുച്ചയമായി അതുണ്ടായി വരുന്നത്. ബഗ്ദാദിൽ ഖത്തീബുൽ ബഗ്ദാദി, ബഗ്ദാദിന്റെ ചരിത്രം ഏറ്റവും മനോഹരമായി എഴുതിയ ഖത്തീബുൽ ബഗ്ദാദി മക്കയിൽ പോയി ഹറമിൽ വെച്ച് സംസം 3 തവണ കുടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മാഉ സംസം ലിമാ ശുരിബ ലഹു. ഒരാൾ സംസം കുടിക്കുന്നത് എന്തുദ്ദേശിച്ചാണോ അത് നടക്കുമെന്ന് പറഞ്ഞ ആ ഹദീസ് ഉദ്ദേശിച്ചുകൊണ്ട് 3 തവണ ഓരോ ഉദ്ദേശത്തിൽ സംസം കുടിച്ചത് ഖത്തീബുൽ ബഗ്ദാദിയുടെ ചരിത്രത്തിൽ കാണാം. ഒന്ന്, ബഗ്ദാദിന്റെ ചരിത്രം പറയാൻ, ബഗ്ദാദിന്റെ ചരിത്രം രചിക്കാൻ വേണ്ടിയിട്ട് അത് അദ്ദേഹം നിർവഹിച്ചു. രണ്ടാമത്, അദ്ദേഹം സംസം കുടിച്ചിരുന്നത് ജാമിഉൽ മൻസൂറിലെ ഹദീസിന് ദർസ് നടത്താൻ എനിക്ക് തൗഫീഖ് ഉണ്ടാവണമെന്ന്. ഖത്തീബുൽ ബഗ്ദാദിയുടെ സംസം കുടിച്ചുള്ള പ്രാർത്ഥന ഇതായിരുന്നു, ബഗ്ദാദിലെ ജാമിഉൽ മൻസൂറിലെ ഹദീസ് ഇംലാ ചെയ്യാൻ എനിക്ക് അവസരം നൽകണം റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്ന അത്ര വലിയൊരു സ്ഥാനമായിരുന്നു പള്ളിയിലെ ദർസ് അവരൊക്കെ കണ്ടത്. മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ ആവശ്യം, മഹാനായ ബിശ്റുൽ ഹാഫി തങ്ങളുടെ ഖബറിന്റെ അടുക്കൽ എന്നെ മറമാടപ്പെടണം. മഹാനായ ബിശ്റുൽ ഹാഫി എന്ന ലോകപ്രശസ്ത സൂഫി വര്യനായ വലിയായ അദ്ദേഹത്തിന്റെ ഖബറിന്റെ അടുക്കലായിരിക്കണം എൻ്റെ ഖബർ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും അദ്ദേഹം സംസം വെള്ളം കുടിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. പള്ളികൾ എന്നത് അത്രമേൽ അവരെ മോഹിപ്പിച്ചിരുന്നത് ആ ഒരു പള്ളിയിലെ ദർസിന് വേണ്ടി സംസം കുടിച്ചും പ്രാർത്ഥിച്ച് അത് നിർവഹിച്ചിരുന്ന മഹാനായ ഖത്തീബുൽ ബഗ്ദാദി. അതുപോലെ എത്രയോ സംഗതികൾ നമുക്ക് കാണാൻ കഴിയും.
പള്ളികളുമായി ബന്ധപ്പെട്ട് മുഅ്മിനീങ്ങൾ അവരുടെ മനസ്സ് കേന്ദ്രീകരിച്ചിരുന്നത്. അത് വിട്ടുപോകാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം അർശിന്റെ തണൽ കിട്ടുന്ന അമലെന്താ? അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗത്തിൽ ഒന്ന് റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്. ഹൃദയം പള്ളികളുമായി ബന്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ അർശിന്റെ തണലിലാണ് നാളെ നമുക്ക് ഒരുമിച്ച് കൂടാൻ സാധിക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പള്ളികളെ ഇമാറത്ത് ചെയ്യുക എന്നത് ഞാൻ നിങ്ങളോട് നേരത്തെ സൂചിപ്പിച്ചു. അവിടെ ഇബാദത്തുണ്ടാവണം. ആരാണ് അതിന് ഉത്തരവാദി? എന്നാൽ കേവലം ഇബാദത്തല്ല, ഇതിനർത്ഥം ഇമാറത്ത് വേണ്ട എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം രാത്രി ഇശാ നമസ്കരിക്കാൻ മദീന പള്ളിയിലേക്ക് അവിടുത്തെ റൂമിൽ നിന്ന് കയറി വരുമ്പോൾ കാണുന്നത് പള്ളിയിൽ പ്രകാശത്തിന്റെ വിളക്കുകൾ തിരികൊളുത്തിയിട്ട് അത് കിന്തീലുകളാക്കി തൂക്കിയിട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷത്തോടെ പറഞ്ഞു, ആരാണിത് ചെയ്തത്? പള്ളിയിൽ ഇന്നത്തെ മാതിരി വൈദ്യുതാലങ്കാരങ്ങളില്ലാത്ത കാലത്ത് കിന്തീലുകളുടെ ഉള്ളിൽ തിരികത്തിച്ചിട്ട് പ്രകാശിതമാക്കിയപ്പോ മഹാനായ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ആണ് അത് ചെയ്തതെന്ന് സ്വഹാബത്ത് പറഞ്ഞു. അദ്ദേഹത്തെ വിളിക്കാൻ പറഞ്ഞു. തമീമുദ്ദാരിയെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നവ്വറല്ലാഹു ഖൽബക കമാ നവ്വറതൽ മസ്ജിദ്. നീ പള്ളി പ്രകാശിപ്പിച്ചതുപോലെ തമീമേ നിന്റെ ഹൃദയം അല്ലാഹു പ്രകാശിപ്പിക്കട്ടെ. ഒരു പള്ളി പ്രകാശിതമാക്കിയാൽ ഹൃദയമാണ് പ്രകാശിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയതാ. കൂടെ ഒന്നുകൂടി പറഞ്ഞു, ലൗ ഇൻദി ഫതാത്തുൻ ലസവ്വജ്തുകഹ. എനിക്കൊരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ, ഇനിയും കെട്ടിക്കാനുള്ള ഒരു പെൺകുട്ടി എനിക്കുണ്ടെങ്കിൽ എനിക്ക് കെട്ടിച്ചു തരുമായിരുന്നു എന്നും കൂടി തമീമിനെ സന്തോഷിപ്പിച്ചുകൊണ്ട് ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ചരിത്രത്തിൽ കാണാം. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല മനോഹരമാക്കാൻ അനുമതി നൽകിയ വീടുകളാണ് ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മു. അല്ലാഹു തആല പറഞ്ഞുവല്ലോ, ഫീ ബുയൂത്തിൻ, ചില വീടുകൾ, അദിനല്ലാഹു അൻ തുർഫഅ, അത് ഉയർത്തപ്പെടണമെന്ന് അള്ളാഹു അനുമതി നൽകിയിരിക്കുന്നു. അള്ളാഹു ഉയർത്തപ്പെടണമെന്ന്, കേവലം ഉയർത്തുക എന്നത് കേവലമായ നിർമ്മാണമല്ല. ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുബ്ന എന്നല്ല പറഞ്ഞത്. നിർമ്മിക്കപ്പെടൽ മാത്രമല്ല, ഉയർത്തപ്പെടണം, ഉയർന്നു നിൽക്കണം അള്ളാഹുവിന്റെ പള്ളികളും പള്ളി മിനാരങ്ങളും. അത് നാട്ടിലെ വീടുകളെക്കാൾ മൂടിയുള്ളത് തന്നെയാവണം. പക്ഷെ അത് മാത്രമല്ല ഇമാറത്ത് എന്ന് നാം മനസ്സിലാക്കണം. കേവലം ഒരു മൂടി മാത്രമായിരുന്നുവെങ്കിൽ നാം ഇന്ന് അനുഭവിക്കുന്ന ഇന്ത്യയുടെ ഉത്തരേന്ത്യയുടെ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ പള്ളികൾക്ക് മൂടിയില്ലാത്തതല്ല. മുഗൾ ഭരണകാലത്തൊക്കെ ഇഷ്ടം പോലെ മനോഹരമായ പള്ളികൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പള്ളിയെ സംരക്ഷിക്കാനുള്ള SMF അവിടെ ഇല്ലാതെ പോയി. അതിനു ചുറ്റും ഒരു മഹല്ല് ഫെഡറേഷൻ ഇല്ലാതെ പോയി. കേവലം പള്ളികൾ മാത്രമായതുകൊണ്ടായില്ല, വിള മാത്രം പോരാ, വേലി കെട്ടണമെന്ന തിരിച്ചറിവ് കേരളീയ മുസ്ലിം ഉമ്മത്തിന് നമ്മുടെ മഹാന്മാരായ പണ്ഡിതൻ നേതാക്കളും സമുദായത്തിന്റെ ഉമറാക്കളും നേരത്തെ നൽകിയത് കൊണ്ടാണ് ഇത്ര തീക്ഷ്ണവും ഊഷരവുമായ ഒരു കാലാവസ്ഥയിലും നിങ്ങളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഒരു ഉത്തരവാദിത്ത ബോധത്തിന്റെ നിദർശനമാണിത്. അള്ളാഹുവിന്റെ പള്ളികൾ, ആ പള്ളികൾ ഉയർന്നു കാണണം, അത് സംരക്ഷിക്കപ്പെടണം, ദീനിയ ഇമാറത്ത് വേണം, അതേ സമയത്ത് നിർമ്മാണാത്മകമായ ചാതുരിയും അതിലുണ്ടായിരിക്കണം. എത്രയോ ഇസ്ലാമിക സംസ്കാരങ്ങളുടെ സ്ഥിരാകേന്ദ്രമായി പള്ളികൾ തന്നെയാണ്. ഞാൻ ആ വിഷയം അധികം വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് അത്തരം വലിയ ഒരു സംരംഭം മുസ്ലിം ഉമ്മത്ത് അവിടുന്നാണ് അവരുടെ ആദ്യ പാഠങ്ങൾ തുടങ്ങിയതൊക്കെയും. അക്ഷരങ്ങൾ തുടങ്ങുന്നത് അവിടുന്ന്, സംസ്കാരം തുടങ്ങുന്നത് അവിടുന്ന്, നിയമങ്ങൾ തുടങ്ങുന്നത് അവിടുന്ന്. ഇത്രത്തോളം ഹിസ്റ്ററി ഓഫ് ആൻഷ്യൻ സിവിലൈസേഷനിൽ ചാൾസ് സിനോബസിന്റെ ഹിസ്റ്ററി ഓഫ് ആൻഷ്യൻ സിവിലൈസേഷൻ, അയാൾ കൗതുകത്തോടൊരു കാര്യം പറയുന്നുണ്ട്. മുസ്ലിങ്ങളെ പറ്റി ചരിത്രകാരന്മാർ പറയുന്ന ഒരു കാര്യം, അവരെവിടെ ഒരു രാജ്യം ഫതഹാക്കിയാലും ആദ്യമായി അവർ ചെയ്യുന്നത്, ഒരേ സമയത്ത് അവർ ചെയ്തത് 2 കാര്യങ്ങളാണ്. ഒന്ന്, അവിടുത്തെ കൃഷിയിടങ്ങൾ ശരിപ്പെടുത്തും. രണ്ടാമത്തത്, അവിടെ ഒരു പള്ളി ഉണ്ടാക്കും. ഒരു നാട്ടിലെ കൃഷിയിടങ്ങൾ, ജലസേചനത്തെ പറ്റി പറഞ്ഞെടുത്ത് അദ്ദേഹം പറഞ്ഞത്, പുരാതന മുസ്ലിം സംസ്കാരങ്ങളിൽ ജലസേചനങ്ങൾ നമ്മളാണ് മറ്റുള്ളവരെ പഠിപ്പിച്ചത്. ആ കൂട്ടത്തിൽ അത് പറയാൻ വേണ്ടി പറഞ്ഞെടുത്ത് പോലും അദ്ദേഹം പറഞ്ഞത് അവർ 2 കാര്യമാണ് ചെയ്തിരുന്നത്. ഒന്ന്, കൃഷിയിടങ്ങളെയൊക്കെ വ്യവസ്ഥപ്പെടുത്തി അതിനാവശ്യമായ ജലസേചന സൗകര്യങ്ങൾ കൊണ്ടുവരും. അതേസമയം ഒപ്പം അവർ പള്ളി ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ ഭൗതികമായ പുരോഗതികൾ മാത്രമല്ല, ആത്മീയമായ പുരോഗതിക്കും ഒരേ സമയത്ത് വിത്തിട്ടുകൊണ്ടാണ് ഈ ഉമ്മത്ത് വളർന്നുപോയത്. അങ്ങനെ അവർക്ക് വളരാൻ സാധിക്കുമായിരുന്നുള്ളൂ.
ഞാൻ പറഞ്ഞതുപോലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുടങ്ങി വന്നത് പള്ളികളിൽ നിന്നാണ്. പക്ഷെ പള്ളികളിൽ കൊള്ളാതെയാകുമ്പോൾ അത് സമീപത്ത് മദ്രസകൾ ഉണ്ടാവും, പിന്നെ യൂണിവേഴ്സിറ്റികളും കോമ്പൗണ്ടുകളുമാവും. പക്ഷെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം തുടങ്ങി വന്നത് ജാമിഉൽ അസ്ഹർ നമുക്കറിയാലോ, അതൊരു ജാമിയല്ലേ. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റിയായ ഈജിപ്തിലെ ജാമിഉൽ അസ്ഹർ എല്ലാം പള്ളികളിൽ നിന്നാണ് തുടങ്ങുന്നത്. പള്ളികളിൽ നിന്ന് തന്നെയായി. ബഗ്ദാദിൽ തന്നെ ജാമിഅ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് വേറെ ഉണ്ടായിരുന്നു, മഹാനായ അബൂ ഹമീദ് അൽ ഇസ്ഫറായിനി തങ്ങൾ. അവിടെയാണ് ഈ 1700 ഫുഖഹാക്കൾ, അറിയപ്പെട്ട ഫുഖഹാക്കൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായി ദർസ് നടത്തിയിരുന്നത്. ബഗ്ദാദിലെ തന്നെ ജാമിഉൽ മൻസൂർ ഉണ്ടായിരിക്കെ തന്നെ അപ്പുറത്ത് മറ്റു ജാമിഅ പിന്നെ മറ്റൊരു വലിയ പള്ളിയിലായിരുന്നു. അതുപോലെ ഒരുപാട് മഹാന്മാരായ മനുഷ്യർ. 50 വർഷക്കാലം മുഹമ്മദ് ബിൻ ഇബ്രാഹിം എന്ന മറ്റൊരു മഹാപണ്ഡിതൻ അവിടെ 50 വർഷക്കാലം ഒരേ തൂണിൽ ചാരിയിരുന്ന് ദർസ് നടത്തിയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ഇങ്ങനെയൊക്കെ നിരന്തരമായി പള്ളികളിൽ മാത്രമായിരുന്നു ഇൽമിന്റെ കേന്ദ്രങ്ങൾ ഒരു കാലത്ത്. നമുക്ക് കേരളത്തിൽ കണ്ടുകൂടെ പൊന്നാനി, അവിടെയല്ലേ ഇൽമു പ്രസരിച്ചതും വന്നതും കേന്ദ്രീകരിച്ചതും. അവിടെ നിന്നല്ലേ എല്ലാ ഭാഗങ്ങളിലേക്കും പള്ളി മഹല്ലത്തുകളായി. കേരളത്തിലേക്ക് ഇസ്ലാം വരുമ്പോൾ ആദ്യമായി മാലിക് ബിൻ ദീനാറും സംഘവുമൊക്കെ ചെയ്തത് പള്ളികൾ ഉണ്ടാക്കുകയായിരുന്നു. എവിടെയും ഈ ഉമ്മത്തിന്റെ ചിഹ്നവും അടയാളവും പള്ളി തന്നെയാണ്. എവിടെയാണോ പള്ളിയുള്ളത് അവിടെയാണ് മുസ്ലിം ഉമ്മത്തുള്ളത്. പള്ളികൾ അല്ലാഹുവിന്റെ ദിക്റിന്റെ കേന്ദ്രങ്ങളാണ്. ഫൈനമാ ദുകിറ റസ്മുല്ലാഹി ഫീ ബലദിൻ അദത്തു ദാകൽ ഹിമാ ഫീ സുൽബി ഔതാനി. എവിടെയൊക്കെ അല്ലാഹുവിന്റെ ഇസ്മു പറയപ്പെടുന്നുവോ അതൊക്കെയും എൻ്റെ രാജ്യമാണ് എന്ന് മനോഹരമായി പാടിയ കവികളെ പോലെ ലോകത്തെവിടെയും അല്ലാഹുവിന്റെ ദിക്ർ ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹ ഇസ്മു. ദിക്റിന്റെ ആസ്ഥാനങ്ങൾ പള്ളികളാണ്. അവിടെ വെച്ചാണ് ഈ ലോകത്തെ ഈ വിപ്ലവങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നത്. അതുകൊണ്ട് ഇത്ര ഇസ്ലാമിക സംസ്കാരത്തിന്റെയും നവോത്ഥാനത്തിന്റെയും ബീജാവാപം ചെയ്യുന്ന മഹത്തായ പള്ളികളുടെ ഭരണാധികാരികൾ ആയിരിക്കാൻ തൗഫീഖ് നൽകപ്പെട്ടവര് എന്നത് വലിയൊരു തൗഫീഖാണ്. മഹാനായ ചെറുശ്ശേരി ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു എപ്പോഴും പലപ്പോഴും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയാറുണ്ടായിരുന്നു ഒരു ഹദീസ്, ഒരു മനുഷ്യനെ കൊണ്ട് അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചാൽ അവനെ ഒരു പള്ളിയുടെ ഖയ്യിമാക്കും എന്ന ഹദീസ്. ഒരു പള്ളിയുടെ നടത്തിപ്പുകാരനാക്കും. ആ ഒരു സൗഭാഗ്യം അല്ലാഹു നമ്മെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചു, അല്ലാഹു നമുക്ക് ഈമാനിന്റെ ഷഹാദത്ത് നൽകി എന്നതൊക്കെ പ്രതീക്ഷിക്കാവുന്ന സംഗതികളാണ്. മഹല്ലിന്റെ പള്ളി മഹല്ലുകളുടെ ഉത്തരവാദികളാവാൻ സാധിച്ചു എന്നത്. എന്നാൽ ഇത് വലിയൊരു ഉത്തരവാദിത്തമാണ് എന്ന് തിരിച്ചറിയാൻ കൂടിയാണ് നമ്മൾ ഇവിടെ വന്നത്. ഇത് വലിയൊരു ഉത്തരവാദിത്തമാണ്. കേവലമായി പള്ളി മഹല്ലുകളുടെ ഭരണാധികാരികളായി എന്നത് ഒരു അലങ്കാര സമയവുമായിരിക്കാനല്ല, മറിച്ച് അതേൽപ്പിക്കുന്ന വലിയ ഉത്തരവാദിത്വ ബോധമാണ് SMF ഇന്ന് ഈ ക്യാമ്പുകളിലൂടെയൊക്കെ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. മഹല്ലിലെ ഏറ്റവും സംസ്കരണ മാതൃകകളെ പറ്റി ഇവിടെ ഒരുപാട് ക്ലാസ്സുകൾ അതിനോടനുബന്ധമായി നടന്നിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് ഒരു മഹല്ലിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അത് ഈ കുറഞ്ഞ സമയത്ത് ഏതെങ്കിലും ഒരു പ്രത്യേക പ്രോജക്റ്റ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടതല്ല എൻ്റെ വിഷയം എന്നാണ് ഞാൻ മനസ്സിലാക്കിയതും സംഘാടകരിൽ നിന്ന് അന്വേഷിച്ചപ്പോൾ ലഭിച്ചതും. ഒരു പ്രത്യേക മാതൃകയല്ല, നമ്മുടെയൊക്കെ മഹല്ലുകളിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മാതൃകകളുണ്ട്. അത് ഓരോ സ്ഥലത്തിനനുസരിച്ച്, അതാണല്ലോ ഒരു ഹിക്മത്ത് എന്ന് പറയുന്നത്. വദഉ ശൈഇ ഫീ മഹല്ലിഹി. നിങ്ങളുടെ മഹല്ലിൽ എന്താണ് വേണ്ടത് എന്നത് നിങ്ങൾ കൂടിയിരുന്ന് തീരുമാനിക്കാൻ സമയം കാണണം. സമയം എന്നത് അള്ളാഹു നമുക്ക് ചെയ്ത ഏറ്റവും വലിയൊരു അനുഗ്രഹമാണല്ലോ. സത്യത്തിൽ മുതൽ കക്കുന്നതിനേക്കാൾ വലിയ കള്ളൻ സമയം കക്കുന്നവനാണ് എന്ന് ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. സമയം കക്കുന്നവൻ ആരായി? സമയം കക്കുന്നവൻ അനാവശ്യമായി ഓരോ മഹലിൻ്റെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന, ആ മഹല് നടത്തിക്കുന്ന ഉമറാവും ഉലമാവും അവർ ഇടപെടുന്നത് അവരുടെ മുമ്പിലാണ് വെള്ളിയാഴ്ചകളിൽ മനുഷ്യർ വന്നിരിക്കുന്നത്. അവരെയാണ് മഹലിന്റെ കാര്യം ജനങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. അവരുടെ ചർച്ചകൾ അനാവശ്യങ്ങളിലേക്ക് പോകുമ്പോൾ വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ് അവർക്ക് ജനങ്ങളോട് സംസാരിക്കാനുള്ളത് സ്വന്തം കാര്യങ്ങളാകുമ്പോൾ ജനങ്ങളുടെ സമയമാണ് അവർ കവർന്നെടുക്കുന്നത്. ഈ സമയത്തെ കക്കുന്നവരാവരുത് നാം. നമ്മുടെ ഉത്തരവാദിത്വം നാം തിരിച്ചറിയണം. ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിലായിരിക്കണം നമ്മുടെ സംസാരങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും. ആ ഒരു വിധത്തിൽ നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എത്ര വലുതാണ്, അതിന് എത്ര വലിയ വീഴ്ചകൾ നമുക്ക് പറ്റുന്നുണ്ട് എന്ന് ആത്മവിചിന്തനം ചെയ്യണം. യഥാർത്ഥത്തിൽ വലിയൊരു ഉത്തരവാദിത്തമാണ് ഉലമാ ഉമറ എന്ന ഈ സമൂഹത്തിനുള്ളത്. അവരാണല്ലോ മുത്തവല്ലിമാരും മഹൽ ഭരണാധികാരികളും, ഞാനടക്കമുള്ള നമ്മളെല്ലാവരും. തീർച്ചയായും നാളെ റബ്ബിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്ന കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി എന്ന് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ടെങ്കിൽ അതിനേക്കാൾ ഒരു പടി ഉയർന്ന ഉത്തരവാദിത്വം ഒരു സമൂഹത്തിന്റെ കൂടി ഉത്തരവാദിത്വം നമുക്കുണ്ട്. നാം ഏറ്റെടുത്ത മഹലിന്റെ ഉത്തരവാദിത്വം
അത് എങ്ങനെയെങ്കിലുമൊക്കെ പോകുമ്പോൾ യഥാർത്ഥത്തിൽ എന്താ ഇതിന്റെ പ്രശ്നം? പണ്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരാളെ ഒരു പ്രവിശ്യയുടെ ഭരണാധികാരിയാക്കിയിട്ട് പറഞ്ഞയക്കാൻ പോയപ്പോൾ ആളെ പരീക്ഷിക്കാൻ ചോദിച്ചു, നിന്റെ മുമ്പിൽ ഒരു ആളെ കള്ളനായി കൊണ്ടുവരപ്പെട്ടാൽ നീ എന്ത് ചെയ്യും? ഒരു കള്ളനെ നിന്റെ മുമ്പിൽ, നിന്റെ ഭരണാധികാര പരിധിയിൽപ്പെട്ട ഒരു കള്ളനെ നിന്റെ മുമ്പിൽ കൊണ്ടുവന്നാൽ നീ എന്ത് ചെയ്യുമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, ഞാൻ അയാളുടെ കൈ മുറിക്കും. അഖ്തഉ യദഹു, ഇസ്ലാമിക വിധി അതാണല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരി, എങ്കിൽ നിന്റെ ഭരണപ്രദേശത്ത് നിന്ന് വിശക്കുന്നവനായിട്ടോ വസ്ത്രമില്ലാത്തവനായിട്ടോ ജോലിയില്ലാത്തവനായിട്ടോ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പരാതി പറഞ്ഞാൽ നിന്റെ കൈ ഞാനും മുറിക്കുമെന്ന്. വിശപ്പിന് അന്നമില്ലാത്തവനും നഗ്നത മറക്കാൻ വസ്ത്രമില്ലാത്തവനും ജീവിക്കാൻ ആവശ്യമായ തൊഴിലില്ലാത്തവനും നിന്റെ ഭരണപ്രദേശത്ത് നിന്ന് എൻ്റെ അടുത്ത് വന്നാൽ നിന്റെ കൈയാണ് ഞാൻ മുറിക്കുക. എന്നിട്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു താൻ ഏൽപ്പിക്കാൻ പോകുന്ന ഭരണാധികാരിയെ പഠിപ്പിച്ചു, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന ഹാദിഹിൽ ഐദി ഖുലിഖത് ലിതഅമൽ, ഈ കൈകളൊക്കെ പണിയെടുക്കാനാണ് അല്ലാഹു പഠിച്ചത്. അത് അള്ളാഹുവിന്റെ താഴത്തിൽ പണിയെടുത്തില്ലെങ്കിൽ മഅസിയത്തിൽ പണിയെടുക്കും. അവർക്ക് പണി കൊടുക്കാനുള്ള ഉത്തരവാദിത്വമാണ് ഭരണാധികാരി എന്ന നിലയ്ക്ക് നമ്മുടെ കയ്യിൽ നിക്ഷിപ്തമായത്. അത് നമ്മുടെ ബാധ്യതയാണ്. അവർക്ക് ജോലി കൊടുക്കണം, അവർക്ക് ആവശ്യത്തിന് ഭക്ഷണം ഉണ്ടാവണം, അവർക്ക് വസ്ത്രം ഉണ്ടാവണം. ഇതൊന്നുമില്ലാതെ ആണ് അവർ കക്കാൻ പോകുന്നതെങ്കിൽ അതിൻ്റെ ഉത്തരവാദി നമ്മളാണ് എന്ന് തിരിച്ചറിയുന്ന ഭരണാധികാരം. മഹല്ലിൽ നടക്കുന്ന അസാൻമാർഗിക പ്രവർത്തനങ്ങൾക്ക് ന്യൂ ജനറേഷനെ കുറ്റം പറയുന്നതിന് മുമ്പ് ഒന്നാമത്തെ ഉത്തരവാദി, ഒന്നാമത്തെ പ്രതി ഞാനാണ് എന്ന്, ഞാനും നിങ്ങളാണ് എന്ന് നിങ്ങളും നമ്മുടെ മഹല്ലുകളെ മുൻനിർത്തി ചിന്തിക്കണം. നാം അവരെ നേരായ വഴിക്ക് നയിച്ചിട്ടുണ്ടോ? ഈ ഒരു ഉത്തരവാദിത്വ ബോധത്തെ പറ്റി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്കാണ് അസർബൈജാനിന്റെ അദ്ദേഹത്തിന്റെ ഭരണാധികാരിയുടെ ഒരു പ്രതിനിധി വരുമ്പോൾ, മദീനയിൽ അദ്ദേഹം എത്തുമ്പോൾ രാത്രിയിന് അമീറുൽ മുഅ്മിനീനെ വിളിച്ചു ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി അദ്ദേഹം മസ്ജിദുൻ നബവിയിൽ പോയി ഇന്ന് കിടന്നുറങ്ങാമെന്ന്. മറ്റു ലോഡ്ജും സംവിധാനമൊന്നുമില്ലല്ലോ. മസ്ജിദുൻ നബവിയിൽ അദ്ദേഹം ഉറങ്ങാൻ പോകുമ്പോൾ ഒരു മനുഷ്യൻ സുജൂദിൽ കരഞ്ഞ് ദുആ ചെയ്യുന്നുണ്ട്. അദ്ദേഹം അതൊക്കെ കഴിഞ്ഞ് അദ്ദേഹം സലാം വീട്ടിയപ്പോൾ അടുത്ത് പോയി ചോദിച്ചു, നിങ്ങളാരാ? അദ്ദേഹം പറഞ്ഞു, ഞാനാണ് ഉമർ. അമീറുൽ മുഅ്മിനീൻ? അതെ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അല്ല, നിങ്ങൾ ഈ പാതിരാവിൽ ഇങ്ങനെ മദീന പള്ളിയിൽ പ്രാർത്ഥനയിലാണെങ്കിൽ പിന്നെ എപ്പോഴാ നിങ്ങൾക്ക് ഉറങ്ങാൻ സമയം? പകല് മുഴുവൻ ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങൾ അന്വേഷിച്ചു അതിൻ്റെ ജോലികളിലും. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഹോദര, ഞാൻ രാത്രി ഉറങ്ങിയാൽ എൻ്റെ റബ്ബിനോടുള്ള ഹക്ക് എനിക്ക് വീട്ടാനാവുമോ? ഞാൻ പകലുറങ്ങിയാൽ എൻ്റെ ജനങ്ങളോടുള്ള ഹക്ക് വീട്ടാനാവുമോ? ഈ ഒരു ചിന്തയാണ് ഒരു ഭരണാധികാരിയുടെ മനസ്സിലുള്ളതെങ്കിൽ നമ്മളൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു രാത്രി നമ്മളെ ഏൽപ്പിക്കപ്പെട്ട സമൂഹത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി ഉറക്കൊഴിച്ചിട്ടുണ്ടോ എന്നൊന്നും ചിന്തിക്കണം. മഹല്ലുകളുടെ സംസ്കരണത്തിന്റെ മാതൃകകളാവേണ്ടത് നമ്മളിൽ നിന്നു തന്നെയാണ്. നമ്മൾ എത്ര രാത്രികളായി ഉമ്മത്തിന് വേണ്ടി ഉറക്കൊഴിച്ചത്? നമുക്കതിന് സമയം കിട്ടിയിട്ടുണ്ടോ? ഇതേ ഉമർ റളിയല്ലാഹു അൻഹു തന്നെയല്ലേ മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളെ ഒരു രാത്രി കണ്ടപ്പോൾ, വാ നമുക്കിവിടെ രാത്രി ഒന്ന് ചുറ്റിക്കറങ്ങാം, എന്താണ് മദീനയുടെ പ്രാന്തപ്രദേശങ്ങളുടെ സ്ഥിതി? അദ്ദേഹത്തെ കൂട്ടി പോകുമ്പോ ഒരു കാഫില, ഒരു ഒട്ടക സംഘം, ചരക്ക് ഗുഡ്സ് വണ്ടി പോലെ അവിടെ നിൽക്കുക, ഒരു കണ്ടെയ്നറിനെ പോലെ. ആളൊന്നുമില്ല, ആളുകൾ ഡ്രൈവർമാരൊക്കെ ഇതിലെങ്കിൽ ഇറങ്ങിപ്പോയ ഒരു കണ്ടെയ്നർ പോലെ. ആ കാഫിലയിൽ ചരക്കുകളുണ്ട്, ആളില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ രാത്രി നമുക്ക് കാവലിരിക്കാം ഈ കാഫിലക്ക്. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി തന്റെ ഉത്തരവാദിത്വമാണ് നോക്കാനാളില്ലാത്ത ഒരു കാഫില ഉണ്ടെങ്കിൽ അതിന് കാവലിരിക്കേണ്ടത് എന്ന് തിരിച്ചറിയുമ്പോൾ, എന്നിട്ട് അദ്ദേഹം കുറച്ച് കഴിയുമ്പോൾ കേൾക്കുന്നത് ഒരു കുഞ്ഞിന്റെ കരച്ചില. അവിടെ പോയി പറയുന്നു, ആ കുഞ്ഞിന്റെ ഉമ്മയോട് അതിന് മുല കൊടുത്ത് ഉറക്കുക, ഈ രാത്രി ആ കുട്ടിയെ കരയിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ തൽക്കാലം കരച്ചിൽ നിർത്തുന്നു. കുറച്ച് കഴിഞ്ഞ് പിന്നെയും കരയുന്നു. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ചെല്ലുന്നു. നിങ്ങൾ കേട്ട കഥകളായിരിക്കും ഇതൊക്കെ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കഥ കേൾക്കാത്തവരുണ്ടാവില്ല. ചുരുക്കി പറഞ്ഞ മൂന്നാമത്തെ തവണ ഈ പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കുറച്ച് പാരുഷ്യത്തോടെ പറഞ്ഞു, അല്ല പെണ്ണെ, നീ എന്തായി കാട്ടുന്നത്? ആ കുട്ടിക്ക് നന്നായി മുല കൊടുത്ത് ഉറക്കിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ ആ പെണ്ണ്, ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചറിയാത്ത ആ പാവപ്പെട്ട പെണ്ണ് പറഞ്ഞു, നിങ്ങൾക്ക് എന്താ ഇതിൽ കാര്യം? ഞാൻ എൻ്റെ കുട്ടിക്ക് മുല കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ? ഞാൻ സത്യത്തിൽ ഈ കുട്ടി മുല കൊടി നിർത്തുക ചെയ്യണത്. നിങ്ങൾ വന്ന് മുല കൊടുക്കാൻ പറയുന്നു. ഞാനിത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ പെടാപ്പാടുപെടുന്നത്. അപ്പോഴാ സ്ത്രീ പറഞ്ഞു, ആ സ്ത്രീയോട് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, എന്തിനാണ് കുട്ടിയുടെ മുല ഇത്ര വേഗം നീ നിർത്തുന്നത്? എനിക്ക് മുല കൂടി പ്രായം കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, നിങ്ങൾക്ക് കഥയില്ലേ ഇവിടെ ഉമറിന്റെ പ്രഖ്യാപനം, അമീറുൽ മുഅ്മിനീൻ ഉമറിന്റെ പ്രഖ്യാപനം കേട്ടിട്ടില്ലേ? മുലകുടി നിർത്തിയ കുട്ടികൾക്കേ റേഷനുള്ളൂ, മുലകുടി നിർത്തിയ കുട്ടികൾക്കേ റേഷനുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ കുട്ടിയുടെ മുലകുടി നിർത്തുന്നത്.
സഹാബത്ത് പറയുന്നു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറയുന്നു, അന്ന് സുബഹിക്ക് പതിവ് പോലെ ഉമർ റളിയല്ലാഹു മദീന പള്ളിയിൽ ഇമാമത്ത് നിൽക്കുമ്പോൾ അദ്ദേഹം പാരായണം ചെയ്തിരുന്ന ഖിറാഅത്ത് തിരിച്ചറിയുമായിരുന്നില്ല കരച്ചിൽ കൊണ്ട്. നിസ്കാരം മുഴുവൻ കരച്ചിലായിരുന്നു. നിസ്കാരം കഴിഞ്ഞു അതിന്റെ അനുബന്ധങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ജനങ്ങളെ, എത്രയെത്ര കുട്ടികളെയാണ് ഉമർ കൊന്നത്, എത്രയെത്ര കുട്ടികളെയാണ് ഉമർ കൊന്നത്. മുലകുടി നിർത്താൻ പ്രായമാവാത്ത സമയത്ത് ഉമ്മമാര് നിർബന്ധിച്ച ആ കുട്ടികളെ മുലകുടി നിർത്തിയത് എൻ്റെ ഒരു ഓർഡറിന്റെ, ഞാനിട്ട ഒരു ഓർഡറിന്റെ ഫലമാണെങ്കിൽ അതിന്റെ ഉത്തരവാദി ഞാനാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു പ്രഖ്യാപിച്ചു, ഇനി പ്രസവിച്ച അന്ന് മുതലേ കുട്ടികൾക്ക് റേഷൻ ഉണ്ടാകും, മുലകുടി നിർത്തിയ അന്ന് മുതലല്ല. സത്യത്തിൽ നന്മ ഉദ്ദേശിച്ച ഉമർ റളിയല്ലാഹു ആദ്യത്തെ തീരുമാനമെടുത്തത്. പക്ഷെ അതിന്റെ പരിണിത ഫലം ഇങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നറിയുമ്പോൾ ഒരു ഭരണാധികാരി, ഒരു മഹല്ലത്തിന്റെ ഉത്തരവാദിത്വമുള്ളവർ നിയമങ്ങൾ ഉണ്ടാക്കിയാൽ പോരാ. ആ നിയമങ്ങൾ ആ മഹല്ലത്തിൽ ഫലപ്രദമായി നടപ്പാവുന്നുണ്ടോ, അതിന് ദൂഷ്യഫലങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം. നമ്മുടെ ഈ മേഖലയിലൊക്കെ ഉമ്മത്തിന്റെ സംസ്കരണത്തിന്റെ മാതൃകകളായ മഹല്ലുകളെ ഇவ்விதം സംസ്കരിക്കുന്നതിൽ നമ്മൾ എത്രയുണ്ട് എന്ന് ചിന്തിക്കണം. ഉത്തരവാദിത്തങ്ങൾ എന്നത് ചെറുതല്ല എന്ന് നാം തിരിച്ചറിയുക. നമുക്കറിയാം, ഇസ്ലാമിക ഖിലാഫത്തിന്റെ ഏറ്റവും അവസാനം ഉണ്ടായിരുന്ന ഉസ്മാനിയ ഖിലാഫത്ത്. ആ ഉസ്മാനിയ ഖിലാഫത്തിലെ ഒരു ഭരണാധികാരിയായിരുന്നു സുലൈമാനുൽ ഖാനൂനി. അദ്ദേഹത്തിനൊരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിന് അദ്ദേഹം അന്നത്തെ ഷെയ്ഖുൽ ഇസ്ലാം, അവരുടെ കാലത്തെ ഓരോ കാലഘട്ടത്തിലും അന്നത്തെ ഒരു മുഫ്തി ദൗല ഉണ്ടായിരുന്നു, ആ രാഷ്ട്രത്തിന്റെ മുഫ്തി. അദ്ദേഹത്തോട് ചോദിച്ചിട്ടേ ചെയ്യുമായിരുന്നുള്ളൂ. ഒരിക്കൽ അദ്ദേഹത്തിനോട് ടോപ്പ് കാപ്പി എന്ന പ്രസിദ്ധമായ ഇന്നത്തെ മ്യൂസിയമാണ് അന്നവരുടെ ആസ്ഥാനം, ഭരണാസ്ഥാനം, ഖിലാഫത്തിന്റെ കൊട്ടാരം. അവിടെ മരത്തിന്റെ തൂണുകളിൽ ചിതല് കയറിയപ്പോൾ ഈ ചിതലുകളെ നശിപ്പിക്കുന്നതിന് ഒരു തീരുമാനമുണ്ടായി കൊട്ടാരത്തിൽ. അദ്ദേഹം പറഞ്ഞു, നമുക്ക് മുഫ്തിയോട് ചോദിക്കണം. മുഫ്തിയുടെ ഓഫീസിലേക്ക് ഇമാമ് തന്നെ, ഭരണാധികാരി ഖലീഫ തന്നെ നേരിട്ട് ചെല്ലുകയാണ്. പക്ഷെ മുഫ്തി അപ്പോഴും അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു കടലാസിൽ കുറിച്ചു വെച്ചു, ഇദാ ദബ്ബ നംലുൻ ഫി ശജർ ഫഹൽ ഫീ ഖത്ലിഹി ളറർ. കവിതയിലാ ചോദ്യമൊക്കെ, അന്ന് അവർക്ക് അത് അത്രയും എളുപ്പമാണ്. ഇദാ ദബ്ബ നംലുൻ ഫി ശജർ ഫഹൽ ഫീ ഖത്ലിഹി ളറർ. ഉറുമ്പ് മരത്തിൽ കയറിയാൽ കൊല്ലുന്നതിന് കുഴപ്പമുണ്ടോ? ഖാദി തിരിച്ചു വരുമ്പോൾ ഇതാ കാണുന്നത്, അദ്ദേഹത്തിന്റെ അടിയിൽ എഴുതി വെച്ചു, ഇദാ നുസിബ മീസാനുൽ അദ്ൽ അഖദൻ നംലു ഹഖഹു ബിലാ വജൽ. നീതിയുടെ തുലാസ് ഖിയാമത്ത് നാളിൽ തൂക്കപ്പെടുമ്പോൾ ഉറുമ്പ് അതിന്റെ അവകാശം കൃത്യമായി നേടിയെടുക്കുമെന്ന്. ഞാൻ പറയുന്നത്, ഇത്രയും ചെറിയതെന്ന് തോന്നുന്ന കാര്യങ്ങളിലും വളരെ കൃത്യമായി മുഫ്തിയോട് ചോദിച്ചായിരുന്നു ഒരു ഖലീഫ ചെയ്തിരുന്നതെങ്കിൽ ആ ഖലീഫ പിന്നീട് വിയന്നയിലേക്ക് ഒരു ഇസ്ലാമിക യുദ്ധത്തിന് വേണ്ടി പോകുന്നതിനിടയിൽ മരണപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ ജനാസ കൊണ്ടുവന്ന് സംസ്കരിക്കാൻ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വസിയ്യത്തുകളുടെ കൂട്ടത്തിൽ ഒരു പ്രത്യേകമായ പെട്ടി അദ്ദേഹത്തിന്റെ കൂടെ ദഫൻ ചെയ്യണം, മറമാടണം എന്ന് അദ്ദേഹം വസിയ്യത്ത് എഴുതി വെച്ചിരുന്നു. പണ്ഡിതന്മാരൊക്കെ, ആസ്ഥാനത്തെ പണ്ഡിതന്മാർ കൂടി ആലോചിച്ചു, എന്താ ഒരു പെട്ടി എങ്ങനെ ദഫൻ ചെയ്യാൻ, എന്തായാലും അതിലെന്താ ഉള്ളത് നോക്കാതെ നമുക്ക് ദഫൻ ചെയ്യാൻ പാടില്ല. ഭദ്രമായി ഒട്ടിച്ചു, ഭദ്രമാക്കി വെച്ച ആ പെട്ടി അവർ പൊട്ടിച്ചു. അതിൽ നോക്കുമ്പോൾ അവർ വിചാരിച്ചത് എന്തെങ്കിലും കാര്യമായ നിക്ഷേപങ്ങളോ എന്തെങ്കിലും ഉണ്ടാവുന്ന, നോക്കുമ്പോൾ ഇത് മുഴുവൻ കടലാസുകളാണ്. കടലാസുകൾ ഓരോന്ന് എടുത്തു നോക്കുമ്പോൾ ഫത്വകളായിരുന്നു. അദ്ദേഹം ഓരോ വിഷയത്തിലും മുഫ്തി ദൗലയോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് നൽകിയ ഫത്വകൾ. നാളെ റബ്ബിന്റെ മുമ്പിൽ എന്തിനിങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ ഇതൊക്കെയും പണ്ഡിതന്മാരോട് ചോദിച്ചിട്ടാണ് റബ്ബേ ഞാൻ ചെയ്തത് എന്നതിന്റെ സാക്ഷ്യവുമായി ഖബറിലേക്ക് കടന്നുപോയ ഖലീഫയെ കണ്ടപ്പോ അന്നത്തെ അവിടുത്തെ മുഫ്തിയായിരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഉത്തരമടക്കം എഴുതിയിരുന്ന മുഫ്തിയായിരുന്ന ആ മുഫ്തി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ കാര്യം നിങ്ങൾ സലാമത്താക്കി, ഞങ്ങളുടെ കാര്യം ഇനി എന്താവുമാവോ, ഞങ്ങളുടെ ഫത്വയിൽ എവിടെയെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ കാര്യം എന്താവുമോ എന്ന ഭയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയും നിഷ്കർഷതയോടെയാണ് ഉമറാവും ഉലമാവും കടന്നുപോയത് ഈ ഉമ്മത്തിന്. അതുകൊണ്ടാണ് ഉമ്മത്തിന് ഏറ്റവും അഭിമാനകരമായ അസ്തിത്വം ഉണ്ടായത്. ഇങ്ങനെ രൂപപ്പെട്ടു വന്ന മഹല്ലുകളാണ് കേരളത്തിലും ലോകത്തിന് മാതൃകയായി ഉണ്ടായത്. അവിടെ ഉമറാവും ഉലമാവും യോജിച്ചു നിന്നപ്പോൾ, പള്ളികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വികസനങ്ങൾ ഉണ്ടായപ്പോൾ, ദീനീ വിജ്ഞാനങ്ങളുടെ കേന്ദ്രങ്ങളായി പള്ളികൾ മാറിയപ്പോൾ വളരെ ആകർഷകമായ പദ്ധതികളുണ്ടായി.
കേരളം ഇന്ന് കാണുന്ന ഈ മഹത്തായ എല്ലാ ഇസ്ലാമിക മുറ്റേറ്റങ്ങളുടെയും അടിസ്ഥാന ശില പള്ളിയിൽ നിന്നാണ് എന്ന് നമുക്കൊക്കെ അറിയാം. അവിടെ വെച്ചാണ് എല്ലാം രൂപപ്പെട്ടതും വന്നതും. അതുകൊണ്ട് തന്നെ പരിമിതമായ സമയത്ത് അതിൻ്റെ മാതൃകകളോ കാര്യങ്ങളോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശദീകരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ മഹല്ലുകളിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന ഒരു ഉത്തരവാദിത്വ ബോധം, നമ്മൾ ചെലവഴിക്കുന്ന നിമിഷങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമെന്നും നമ്മളോട് ഈ കാര്യങ്ങളെപ്പറ്റി കൃത്യമായി കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി, നാളെ മറുപടി പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മുടെ മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ള മഹല്ലത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും നമ്മളോട് ചോദിക്കുമെന്നതിന് വളരെ കൃത്യമായി പല മഹല്ലുകളും പല രീതിയിലുള്ള എത്രയോ പരിപാടികൾ. ഇവിടെ ഇബാദുൽ പരിപാടി നിങ്ങൾക്കറിയാം, മഹല്ലുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു കാഫില പരിപാടി, 24 മണിക്കൂർ പ്രോഗ്രാം. SMF-ന് ഒരുപാട് പദ്ധതികളുണ്ട്. ദാൽഹുദ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് നല്ല ശാസ്ത്രീയമായ പദ്ധതികൾ മഹല്ലുകളുടെ നവീകരണത്തിനുണ്ട്. നിങ്ങളുടെ മഹല്ലിൽ ഏതാണ് ആപ്ലിക്കബിൾ ആയത് എന്ന് അന്വേഷിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കണം. നമുക്ക് അല്ലാഹു തന്ന ഈ വലിയ അനുഗ്രഹമായ പള്ളികളും അതിൻ്റെ ഭരണാധികാരവും ഇതൊരു അലങ്കാരമാണ് എന്ന് കരുതി നിൽക്കാതെ ഇതൊരു ഉത്തരവാദിത്തമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുവേണ്ടി അധ്വാനിക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ സമയപരിമിതി കൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ നമ്മുടെ ഈ ഉത്തരവാദിത്തത്തെപ്പറ്റി ബോധിപ്പിക്കുക എന്നത് എന്നോട് ആദ്യമായി പിന്നെ നിങ്ങളോട് ചെയ്യുക എന്നത് മാത്രമാണ് ഈ കുറഞ്ഞ സമയത്ത് എനിക്ക് ചെയ്യാനുള്ളൂ. നമുക്ക് ഒരുപാട് വലിയ ചരിത്ര പാരമ്പര്യങ്ങളുണ്ട്. ഒരു കവി പറഞ്ഞതുപോലെ അത്തത്നി ഫി സുകൂനിൽ ലൈലി അത്യാഫുൽ ലിമാദീന, അത്തത്നി ഫി സുകൂനിൽ ലൈലി അത്യാഫുൽ ലിമാദീന വറാഹത്തുൻ സിറുൽ അശ്വാഖ വദ്ദിക്റ അമാനീന. രാത്രിയുടെ യാമങ്ങൾ ഓർത്തു നോക്കുമ്പോൾ ഒരുപാട് ഇന്നലകളുടെ ഓർമ്മകൾ, നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ കഴിഞ്ഞുപോയ തലമുറകളുടെയും നമ്മുടെ ചെറുപ്പകാലത്തെയും മനോഹരങ്ങളായ ഓർമ്മകൾ. അമാ കുന്നാ ബിജൗഫിൽ ലൈലി റുഹ്ബാനം മുസല്ലീന, അമാ കുന്നാ ബിജൗഫിൽ ലൈലി റുഹ്ബാനം മുസല്ലീന. ഇന്നലകളിൽ നമ്മളൊക്കെ പാതിരാവുകൾ നമസ്കരിക്കുന്ന പാതിരിമാരെന്നെങ്കിൽ വഫുർസാനൻ ഇദാ മാ ഖദ് ദഅ ലിൽ മൗതി ദാഇന, ജിഹാദിന്റെ വിളി കേൾക്കുമ്പോൾ ഓടിയണഞ്ഞിരുന്ന കുതിര പട്ടാളക്കാരുമായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ അവസ്ഥ എന്താ? ഫമൽ മഅന, എന്തൊരർത്ഥമാണുള്ളത്? ആ കവി ചോദിക്കുകയാണ്. ഫമൽ മഅന ഇദാ നഹ്യാ വലം നുഹ്യി ബിനദ്ദീന, നമ്മൾ ജീവിക്കുന്നു പക്ഷെ നമ്മെ കൊണ്ടൊരു ദീന് ജീവിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഈ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? നാം ജീവിക്കുന്നു പക്ഷെ നമ്മളെ കൊണ്ടൊരു ദീന് ജീവിക്കുന്നില്ല. വമൽ മഅന, എന്തൊരർത്ഥമാണുള്ളത്? ഇദാ നഹ്യാ വമാ യുഹ്യി ബിനദ്ദീന, നമ്മളെ കൊണ്ട് നമ്മുടെ ദീൻ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തർത്ഥമാണുള്ളത്? അതുപോലെ തന്നെ ഫമൽ മഅന ബി അൻ നജ്തറ, ഒരു കാലഘട്ടത്തെ അയവിറച്ചത് കൊണ്ട് മാത്രം. മജ്ദൻ മാദിയൻ ഹീന, ഒരു കാലത്ത് കഴിഞ്ഞുപോയി ഇന്നലകളുടെ മനോഹാരിതകളെ പറ്റി പറയാനല്ലാതെ, ഈ ഉമ്മത്തിന് ഇന്നലകളിൽ നമ്മുടെ നായകന്മാർ നൽകിയ മഹത്തായ സംവിധാനങ്ങളെപ്പറ്റി അയവിറക്കാനല്ലാതെ ഇന്നും ഒന്നും ചെയ്യാനില്ലെങ്കിൽ നമ്മുടെ ചെയ്തികളൊക്കെ നിഷ്ഫലങ്ങളാവുകയാണ്. ഫഇന്നൽ കൗന മുഷ്താഖുൽ ലക്കും ഷൗഖൽ മുഹിബ്ബീന ബിനാ യഅലു മനാറുൽ ഹഖ് ഫിദ്ദുനിയ വയുഅലീന, കാലവും ലോകവും നിങ്ങളെ കാത്തിരിക്കുകയാണ്. മഹല്ലിന്റെ ഉത്തരവാദിത്തമുള്ളവരെ, നമ്മളെയാണ് ലോകം കാത്തിരിക്കുന്നത്. പരിവർത്തനങ്ങൾ ഉണ്ടായത് ഇത്തരം മഹല്ലു കമ്മിറ്റികളിൽ നിന്ന്. ഓരോ മഹല്ലുകളും പരിവർത്തനത്തിന്റെ ആരംഭം കുറിച്ചാൽ അതാണ് ഒരു ഉമ്മത്തിന്റെ ഏറ്റവും വലിയ പരിവർത്തനം. അതുകൊണ്ട് നമ്മളെയാണ് ഫൈനൽ കൗന മുഷ്താഖുൽ ലക്കും ഷൗഖൽ മുഹിബ്ബീന, കവിതാക്കൾ കാത്തിരിക്കുന്നത് പോലെ നമ്മളെയാണ് കാലം കാത്തിരിക്കുന്നത്, നിങ്ങളെയാണ്, നമ്മളെയാണ് കാലം കാത്തിരിക്കുന്നത്. ബിനാ യഅലു മനാറുൽ ഹഖ് ഫിദ്ദുനിയ വയുഅലീന, പള്ളിമിനാരങ്ങൾ ഉയരുക മാത്രമല്ല, ആ പള്ളിമിനാരങ്ങളിൽ ദീനീ സംസ്കാരം ഉയർത്തേണ്ടതും നമ്മുടെ ബാധ്യതകളാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാവാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല നമ്മെ അവൻ്റെ പള്ളികളുടെ ശരിയായ ഉമ്മാറായി സ്വീകരിക്കുമാറാവട്ടെ. ഒരാൾ അള്ളാഹുവിൻ്റെ പള്ളിയുടെ പരിപാലകനാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഫഇന്നഹു അഹ്ലുല്ലാഹ്, അവൻ അള്ളാഹുവിൻ്റെ ആളാണ് എന്നാണ്. അള്ളാഹുവിൻ്റെ ആളുകളായി അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.